ഹലോ ഗായ്സ്, പ്രിജി മിക്സ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ പൊന്നൂസിന്ന് രാവിലെ പാട്ട് ക്ലാസ്സിലേക്ക് പോകണ്ടിട്ടാ. ഏട്ടൻ പാട്ട് ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോകണം. 1 മണിക്കൂർ ക്ലാസ് ഉള്ളൂട്ടാ. അപ്പോൾ ഇരിഞ്ഞാലക്കൂടെ കുടമണിക്ക് ക്ഷേത്രത്തിന് പിന്നിൽ വരവീണാന്നാട്ടാ പാട്ട് ക്ലാസ്സിൻ്റെ പേര്. അവിടെ ഏട്ടാ പോണത്. അപ്പോൾ ഇന്ന് വലിയ ഇഷ്ടം എനിക്ക് ഇങ്ങനെ പോരാട്ടാ. അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കാൻ പോകണം. 1 മണിക്കൂർ ഏട്ടൻ അവിടെ ഇരുന്നിട്ട് പോരുട്ടാ. അപ്പോൾ അതേ വൈകിട്ട് നമുക്ക് ചായക്ക് ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകണ്ടിട്ടാ. ബ്രെഡ് പക്കവട ഏട്ടാ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. പിന്നെ മുളക് പൊടി ചേർത്തു. 1 സ്പൂൺ മുളക് പൊടി ഏട്ടാ ചേർത്തത്. പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളവും ചേർത്ത് പതുക്കെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് അധികം വെള്ളം ചേർക്കാൻ പാടില്ല, അധികം ലൂസാവാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് വേണം കുറച്ച് കുഴച്ചെടുക്കണമെങ്കിൽ. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി എല്ലാം സവാള ചേർക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ചേർക്കണം. പിന്നെ മല്ലിയില ചേർക്കാം. മല്ലിയില ഞാൻ ചേർത്തിട്ടില്ല, എനിക്ക് മല്ലിയുടെ ഫ്ലേവർ ഇതിലേക്ക് ഇഷ്ടമുള്ളത് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വെള്ളം വെച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ പരിവാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ആണ് കുഴച്ചെടുത്തത്. പിന്നെ ഇത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് സവാള ഇട്ട ശേഷം വീണ്ടും കുറച്ച് വെള്ളവും ചേർത്ത് വീണ്ടും ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ വെറുതെ ഇങ്ങനെ നുള്ളിയായിട്ട് ഇട്ടിരിക്കുന്നത്. സ്പൂൺ വെച്ച് വേണമെങ്കിൽ ഇടാം നമുക്ക്. ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് നുള്ളിയായിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ല കേട്ടോ. അത് കാരണം നമുക്ക് ഉണ്ടാക്കാൻ നല്ല സുഖം ഉണ്ടാവില്ല. ഈസി സ്നാക്കാണ് അത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് എന്തായാലും കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. 4 മണിക്ക് ചായക്ക് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതിനിടെ കൂടെ അപ്പൂസ് ഓടി വന്ന് എടുക്കട്ടെ. അപ്പോൾ ചിക്കൻ്റെ ചെറിയ പീസ് വറുത്ത് വെച്ച പോലെയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അപ്പൂസ് ചിക്കൻ വെച്ചിട്ട് മണപ്പിച്ച് നോക്കണ്ട. അപ്പോൾ അത് മനസ്സിലായി. പിന്നെ ചിക്കൻ അല്ലാതെ മനസ്സിലായിട്ടാ. അപ്പോൾ ചിക്കൻ പീസിൻ്റെ പോലെയാണെങ്കിലും ഫ്ലേവറൊക്കെ വേറെ കേട്ടോ നമ്മുടെ. അപ്പോൾ ഇത് അപ്പൂന്നൂസ് കഷ്ണം എടുത്തു. അപ്പോൾ ഇത് കഴിക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് അവൾക്ക്. അപ്പം ഞാൻ എടുത്ത് നോക്കട്ടെ ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ ശരിയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ എടുത്ത് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചൂടാറി കഴിഞ്ഞ ശേഷം കഴിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചെറിയ ചൂടോടെ കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ഇടണം. അപ്പോൾ ഓക്കെ, ബൈ.